കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും പ്രഭാതവന്ദനം. ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങളോട് ഒരുമിച്ച് വീണ്ടുമായിരിക്കുവാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ നല്ല ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവ് ഇങ്ങനൊരു അവസരം ഒരുക്കി കർത്താവിന്റെ വലിയ പദ്ധതി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്നത് ദൈവിക പദ്ധതി പ്രകാരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് പ്രഭാതം ദൈവം നമുക്ക് നൽകിയത് ദൈവത്തിനോട് നന്ദി പറയണം. കാരണം എത്രയോ പേർക്ക് ഈ പ്രഭാതം ലഭിക്കാതെ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ട്. അവൻ പത്രമാധ്യമത്തിലൂടെയൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോ ദൈവം നമുക്കൊരായുഷ്യം കൂടെ നീട്ടിത്തന്ന തമ്പുരാന്, ആ കർത്താവിന് നമ്മൾ നന്ദി പറയണം. നമ്മുടെ ഹൃദയത്തിന് ദൈവത്തിന് നന്ദി പറയണം. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഇങ്ങനെ നിങ്ങളുടെ കൂടെ കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കുവാൻ കർത്താവ് ഒരുക്കിയ ഈ നല്ല ഭാഗത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ ഇതിനകത്ത് ക്ഷണിച്ച പ്രിയ അഭിനാന്റി ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ മിനിസ്ട്രിയെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. മാനുഷികമായ യാതൊന്നിലുമല്ല പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി ഉണ്ടാകുവാൻ. മാനുഷികമായ ഒരു ചിന്തകളിലോ മാനുഷികമായ യാതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി നമ്മുടെ നടുവിൽ ഉണ്ടാകുവാൻ ഒരു നിമിഷം എല്ലാവരും വളരെ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ആത്മാവിൽ അന്യഭാഷകളിൽ അല്പസമയം ഒന്ന് സംസാരിക്കാമോ? കർത്താവേ, അങ്ങയുടെ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. അൽബൽ പ്രഭാതന ഘടകശ്മനാദിയ പരിശുദ്ധാത്മാവേ, അങ്ങ് സംസാരിക്കാത്തൊരു കാര്യം പോലും അടിയന്റെ അതരത്തിൽ കൂടെ വരരുത് കർത്താവേ. അങ്ങയുടെ ശബ്ദമല്ലാതെ യാതൊന്നും കർത്താവേ അടിയന്റെ അതരത്തിലൂടെ വരരുത് കർത്താവേ. കർത്താവെ, ബുദ്ധിയിലൂടെ ഒരു ദൂതും വേണ്ട. പരിശുദ്ധാത്മാവ് സംസാരിക്കണ കർത്താവേ. അങ്ങ് സംസാരിക്കാത്ത ഒരു ശബ്ദവും ഞങ്ങൾക്ക് ആവശ്യമില്ലപ്പാ കർത്താവ്. ഇന്ന് പകൽ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഇതിനകത്ത് ഒരു ദൈവിക പദ്ധതി ഉണ്ടാകട്ടെ. തന്റെ ജനത്തിന്റെ മേലെ ദൈവത്തിന്റെ ആത്മാവ് അസാധാരണമായി അവിടുന്ന് അവരെ ഉണർത്തണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിയന്റെ ബുദ്ധിയെ യേശുപ്പ അവിടുന്ന് മാറ്റി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇന്ന് പകലിൽ വെളിപ്പെടുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, അങ്ങയുടെ ശബ്ദമായി തീരട്ടെ. ഇന്നൊരു പ്രഭാതം കർത്താവെ അസാധാരണമായ ഒരു ദൈവിക പ്രവൃത്തിക്ക് കാരണമാകട്ടെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അർദ്ധമക്ഷത്തുര പ്രവർത്തന വൈഡരഗതന ആരെങ്കിലും രോഗത്തോടെ, വേദനയോടെ, നിരാശയോടെ ഇതിനകത്ത് ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ അവരുടെ ഹൃദയങ്ങളുടെ വേദനകളെ യേശുഭാങ്ങ് തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശരീരത്തുണ്ടാകുന്ന രോഗങ്ങളെ, വേദനകളെ ഇന്ന് ഈ പ്രഭാതത്തിൽ എന്റെ സ്വർഗം അവിടെ അവരുടെ മേൽ കൈവെക്കണമെന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ എല്ലാ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. കർത്താവ് വചനം പറയുന്നു, വചനം കേട്ടവരുടെ മേൽ സൗഖ്യമുണ്ടായി, അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു എന്ന്. ഇന്നൊരു പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ആഴത്തിൽ കർത്താവെ സ്പർശിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന എവിടെയായാലും, ഏത് രാജ്യത്തായാലും, ഏത് ദേശത്തായാലും യേശുവിന്റെ നാമത്തിൽ വചനമെന്ന വാൾ കൊണ്ട് ശരീരത്തുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ. വചനമായി ചിന്ത പ്രഭാതത്തിൽ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വലിയ പ്രവൃത്തി അങ്ങനെ ചെയ്യുന്നതിന് നന്ദി, പ്രാപ്തന കെട്ടന് നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുയേശുവിലുള്ള വന്ദനം അറിയിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഈ അവസരം എന്ന കർത്താവിന് ഞാൻ നന്ദി പറയുന്നു. നമുക്ക് വേഗത്തിൽ ഒരു വേദഭാഗം വായിക്കാം. ആരെങ്കിലും വചനം വായിച്ച് ഒന്ന് സഹായിക്കണം. ദൈവം സഹായിക്കട്ടെ. ലേവ്യ പുസ്തകം 20-ാം അധ്യായം 20-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. ലേവ്യ പുസ്തകം
20-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് വായിച്ച് സഹായിക്കാമോ? വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളുടെയും പിന്നാലെ പരസംഗം ചെയ്യുവാൻ പോകുന്നവന്റെ നേരെയും ഞാൻ ദൃഷ്ടി വച്ച് അവനെ അവന്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയും. ആകയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിപ്പീൻ. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. എന്റെ ചട്ടങ്ങൾ പ്രമാണിച്ച് ആചരിപ്പീൻ. ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു. അപ്പനെയോ അമ്മയെയോ ശപിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. അവൻ അപ്പനെയും അമ്മയെ ശപിച്ചു, അവന്റെ രക്തം അവന്റെ മേലിരിക്കും. ഒരുത്തന്റെ ഭാര്യ അവൻ ഈ വചനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ എന്നോട് ഈ വചനം ഇങ്ങനെ സംസാരിച്ചപ്പോ എനിക്ക് ആദ്യം ആ ഒരു ഭയമാണ് ഉണ്ടായത്. കർത്താവെ എന്തെന്ന് വെച്ചിട്ടുണ്ട്, കർത്താവ് ഈ വെളിച്ചപ്പാടിന്റെ ശബ്ദവും അവൻ ഇതൊക്കെ എന്തുവാ സംഭവം എനിക്കങ്ങ് പിടികിട്ടിയില്ല, എന്തുവാന്ന് എനിക്കങ്ങ് പിടികിട്ടില്ല. പക്ഷെ കർത്താവ് അവൻ ഈ ദിവസങ്ങളിൽ എന്നെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, അവൻ ഈ നാളുകളിൽ അവൻ ഓരോരുത്തർ എന്താ ചെയ്യുന്നതെന്നറിയോ, അവൻ കള്ളപ്രവാചകന്മാരുടെ പുറകെ പോയിട്ട് ഞാൻ എന്റെ അറിവ് ശരിയാണെങ്കിൽ ഞാൻ പലയിടത്തു നിന്നും കേട്ട് അറിഞ്ഞ അറിവിതാണ്, അവൻ കള്ളപ്രവാചകന്മാരുടെ അടുക്കെ പോയി അവർക്ക് സാമ്പത്തിക നന്മ കൊടുത്തിട്ട് അവരിൽ നിന്ന് ദൂത് കേട്ടിട്ട് ഞാൻ ഇന്ന കാര്യത്തിന് ചെയ്യാൻ പോവാണ്, എന്റെ കുടുംബത്തിൽ ഇന്ന കാര്യം നടക്കാൻ പോവാണ്, എന്റെ കൊച്ച് ഇന്നതുപോലെ പോവാൻ പോവാണ്, എന്റെ കൊച്ച് അമേരിക്ക പോവാണ്, ഇല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. കള്ളപ്രവചനങ്ങൾ കേട്ട് ദൈവവചനമില്ലാതെ പ്രവചനങ്ങൾ കേട്ട് അവൻ ഈ വെളിച്ചപ്പാടത്തികളും അവൻ ഹല്ലേലൂയ അങ്ങനെയുള്ള ആൾക്കാർ പറയുന്നത് പോലെ അവൻ അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ട് അവൻ ദൈവ തേജസ്സിനെ നഷ്ടപ്പെടുത്തുന്ന ഒരു സമൂഹം ഇന്ന് ഈ ലോകത്ത് അവൻ എഴുന്നേറ്റിരിക്കുന്നു. അത് പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിന്റെ അകത്ത് അവൻ യേശു ക്രിസ്തുവിനെ യഥാർത്ഥമായി അവൻ സേവിക്കുന്ന ജനത്തിന്റെ അകത്ത് പോലും അവർ പോലും അറിയാതെ അവൻ കയറി വന്ന അവൻ കള്ളപ്രവാചകന്മാരും അവൻ കള്ളത്തരങ്ങൾ പ്രവചിച്ച് അവൻ തന്റെ ജനത്തെ ദൈവവചനത്തിൽ നിന്ന് തെറ്റിച്ചു കളയുന്നവരും നമ്മുടെ ഇടയിലുണ്ടെന്ന് അവൻ ഇന്ന് പ്രഭാതത്തിൽ നാം തിരിച്ചറിയേണ്ടതുണ്ട്. നാം പ്രവചനങ്ങൾ കേട്ടു, ഓരോ പ്രാർത്ഥനകളിലും പ്രവചനങ്ങൾ കേൾക്കുന്നുണ്ട്. ഓരോ പ്രാർത്ഥനകളിലും ദൈവശബ്ദം എന്ന് പറഞ്ഞ് പലപ്പോഴും അവരവരുടെ ബുദ്ധിക്ക് തോന്നിയത് നാം കേട്ടിട്ടുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ ഈ ദൈവസന്നിധിയിൽ അവൻ ദൈവവുമായ ഒരു നിരപ്പ് പ്രാപിക്കട്ടെ. കർത്താവുമായ ഒരു നിരപ്പ് പ്രാപിക്കുന്ന ഒരു അനുഭവം ഇന്ന് പ്രഭാതത്തിൽ ഉണ്ടാകട്ടെ. ശുദ്ധിയില്ലാത്ത ഇരിക്കുന്ന അധരമുണ്ടെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ശുദ്ധി വരുത്തുന്ന ഒരു അനുഭവം ഇന്ന് പ്രഭാതത്തിൽ ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിക്കുന്ന ശക്തമായ ഒരു കാര്യം, നീ ശുദ്ധിയുള്ളതായി തീരണം. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് കള്ളപ്രവചനത്തിന്റെ പുറകെ പോവാനല്ല. നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രവചനം ഈ വിശുദ്ധ വേദപുസ്തകം നിന്നോട് പറയുന്നത്, ലോകത്തില് ഏറ്റവും വലിയ പ്രവചനം എന്ന് പറയുന്നത് നിന്നോട് പറയുന്ന പ്രവചനം ഇത് മാത്രമാണ്. ലോകത്തിൽ പല മനുഷ്യരും അവനവന് തോന്നുന്ന ബുദ്ധിക്കുള്ളത് അവനവന്റെ അകത്തുള്ള അവന്റെ ആത്മാവിനാൽ പറയുന്ന കുറെ ദൂതുണ്ട്. അവർ പലപ്പോഴും നിങ്ങളോട് പറയുന്നത് എന്നാന്നറിയാമോ? ആത്മാവ് പറയുന്നു പരിശുദ്ധാത്മാവെന്ന് അവർ പറയാറില്ല. ഏത് ആത്മാവാന്ന് പറയുന്നില്ല, അവർ പറയുന്നു ആത്മാവ് പറയുന്നു. ഏതാത്മാവ്? അവർക്ക് പോലും ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ഏതാത്മാവാ അവരോട് സംസാരിക്കുന്ന എന്ന്. ഇങ്ങനെ പോലും നമ്മളെ കബളിപ്പിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ടു വരുന്നു. ഇന്ന് പ്രഭാതത്തിൽ തീരുമാനമെടുത്തോണം, ദൈവ ശബ്ദത്തിന് വിരോധമായി കേൾക്കുന്ന പ്രവചനങ്ങൾ എനിക്ക് വേണ്ട. ഈ പ്രവചനത്തിന്റെ അപ്പുറത്തൊരു പ്രവചനം എനിക്ക് വേണ്ട. ഈ വചനത്തിന്റെ അപ്പുറത്ത് വേറൊരു പ്രവചനം എന്നെ എന്ത് ചെയ്യണ്ട, എന്റെ ജീവിതത്തിനകത്ത് വേണ്ട എന്ന് ഈ പ്രവചനത്തിന്റെ അപ്പുറത്ത് എനിക്കൊന്നും വേണ്ട എന്നൊരു തീരുമാനം നമ്മുടെ അകത്തെടുക്കണം. ഹല്ലേലൂയ. വചനമില്ലാത്ത പ്രവചനങ്ങൾ പൊയ്യാണ്.
അവൻ വചനമില്ലാത്ത ദൂതുകൾ, അവൻ വചനമില്ലാത്ത ദൂതുകൾ, അത് ചത്ത അനുഭവമാണ്. അവൻ ആർക്കെങ്കിലും ഞാനിത് പറയുമ്പോൾ എന്നോട് വിഷമം തോന്നിയാൽ അവൻ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം എന്നോട് ദൈവശബ്ദം പറയുന്നൊരു കാര്യം ഇതാ: ഈ പ്രവചനത്തിന്റെ അപ്പുറത്ത് വേറൊരു പ്രവചനമില്ലെന്ന് ദൈവശബ്ദം എന്നോട് ആവർത്തിച്ചു പറയുന്നു. ഇതിന്റെ അപ്പുറത്തൊരു വേറൊരു പ്രവചനം നിന്റെ ജീവിതത്തിൽ ഇല്ല. ഇന്ന് ഈ പ്രഭാതത്തിൽ നാം തീരുമാനമെടുത്തോണം, ഈ പ്രവചനത്തിന്റെ അപ്പുറത്ത് വേറൊരു പ്രവചനം എനിക്ക് വേണ്ട. ഞാനും ഒരുപാട് പ്രവചനം കേട്ടിട്ടുണ്ട്, ഞാനും പ്രവചിച്ചിട്ടുണ്ട്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി സംസാരിക്കുമ്പോ അത് ശോധന ചെയ്ത് ദൈവവചനത്തിലൂടെ സംസാരിക്കണം. ദൈവവചനമില്ലെങ്കിൽ അതൊരു പ്രവചനമല്ല, അത് കള്ളത്തരമാണ്. അത് പൊയ്യായതാണ്. വചനമില്ലെങ്കിൽ അത് കള്ളമാണ്. വചനമുണ്ടെങ്കിൽ അതിനൊരു ജീവനുണ്ടാകും. വചനമുണ്ടെങ്കിൽ അത് നിവർത്തിക്കപ്പെടും. വചനമുണ്ടെങ്കിൽ അത് ജീവനായി വെളിപ്പെടും. പ്രവചനം എന്ന് പറയുന്നത് നമ്മുടെ ഭാവി കാലത്ത് നീ ഇന്നതുപോലെ ആകാൻ പോവുകയാണ്, നീ ഇന്നതുപോലെ, അതൊന്നും അല്ലെന്നേ പ്രവചനം. ഇതാ പ്രവചനം. ഇതിന്റെ അപ്പുറത്ത് വേറൊരു പ്രവചനം ഇല്ലെന്ന് ഇന്ന് പ്രഭാതത്തിൽ ഈ വചനം ചങ്കത്തോട് ചേർത്ത് വെച്ച് എനിക്ക് പറയാനുള്ളത്, ഈ പ്രവചനത്തിന്റെ അപ്പുറത്ത് വേറൊരു പ്രവചനമില്ല. നിന്നെ തെറ്റിക്കുന്ന പ്രവചനത്തിന്റെ പുറകെ പോകരുതേ. നിന്നെ തെറ്റിക്കുന്ന ദൈവശബ്ദം, നിന്റെ ജീവിതത്തിനകത്ത് ദൈവശബ്ദം കേൾക്കുമ്പോ നിന്നെ തെറ്റിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് നീ പുറത്തു വരണമെന്ന് കള്ളപ്രവാചകന്മാരുടെ വെളിച്ചപ്പാടികളുടെ പുറകെ പോകരുതെന്ന് ദൈവശബ്ദം ഇന്ന് പ്രഭാതത്തിൽ നമ്മോട് ഇടപെടുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ അകത്തൊരു ശുദ്ധി വരണം. ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ നമ്മുടെ അകത്ത് ശുദ്ധി ഉണ്ടാവണം. ദൈവത്തിന്റെ അടുക്കയെ, കർത്താവിന്റെ അടുക്ക, പിതാവായ ദൈവത്തിന്റെ അടുക്ക നാം ചെല്ലണമെങ്കിൽ വിശുദ്ധിയുടെ നിറവ് നമ്മുടെ അകത്തുണ്ടാകണം. നിർമ്മല മനസാക്ഷി നമ്മുടെ അകത്തുണ്ടാകണം. ശുദ്ധിയുള്ള ആദരം നമുക്കുണ്ടാകണം. നമ്മുടെ ഹൃദയം ശുദ്ധിയുള്ളതായി തീരണം. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരു വിശുദ്ധിയുടെ വസ്ത്രം നമ്മുടെ അകത്തുണ്ടാകണം. വിശുദ്ധിയുടെ വസ്ത്രം നമ്മുടെ അകത്തുണ്ടെങ്കിൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ ശബ്ദം നാം കേൾക്കുവാനിടയായി തീരും. അതിന് വേറൊരു പ്രവാചകന്റെ ആവശ്യമില്ല. ഈ പ്രവചനം നിന്നെ വഴി നടത്തും. ഈ പ്രവചനം നിന്നെ എഴുന്നേൽപ്പിക്കുവാനിടയായി തീരും. ദൈവിക ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ അതിനെ പരിശോധിക്കണം. പ്രവചനങ്ങൾ കേൾക്കുമ്പോൾ ഈ വേദപുസ്തകം വെച്ച് അതിനെ പരിശോധിക്കണം. പ്രഭാതത്തിൽ നീ വെറുതെ പച്ചവെള്ളം കുടിച്ച് അത് ഇറക്കുന്നത് പോലെ കേൾക്കുന്നതെല്ലാം ഇറക്കാതെ, ഇപ്പോൾ ഞാൻ പ്രസംഗിക്കുന്നത് പോലും നിങ്ങളത് ശോധന ചെയ്തിട്ട് നല്ലതിനെ മുറുകെ പിടിക്കണം, നല്ലതിനെ ചേർത്തു പിടിക്കണം. ഹല്ലേലൂയ. പ്രസംഗത്തിന്റെ ഒരുപാട് വാക്ചാതുര്യം കൊണ്ടോ, ഇല്ലെങ്കിൽ ഹല്ലേലൂയ ഒത്തിരി എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നത് കൊണ്ടോ അതിനെ കേൾക്കണമെന്നില്ല. പക്ഷെ ദൈവവചനം പറയുമ്പോ അതിനെ യഥാർത്ഥമായി ശോധന ചെയ്തു വേണം എടുക്കുവാൻ. അതിന് നല്ലതിനെ എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. ഇന്ന് പ്രഭാതത്തിൽ അങ്ങനെ തീരുമാനം എടുത്തോണം. നല്ലതിനെ മാത്രം ഞാൻ മുറുകെ പിടിച്ചോളാം, നല്ല വിഷയങ്ങളെ ഞാൻ ചേർത്ത് പിടിച്ചോളാം, നല്ലതിനോട് ഞാൻ എന്ത് ചെയ്യാം? ചേർന്നിരുന്നോളാം എന്ന്. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയോ? ഒരു മനുഷ്യൻ ഹല്ലേലൂയ യെരൂശലേമിൽ നിന്ന് യെരിഹോവിലോട്ട് ഒരു മനുഷ്യൻ എന്ത് ചെയ്തു? അത് വായിക്കണ്ട, ഞാൻ പറഞ്ഞുവിടും, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്ത് ചെയ്തു? യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് ഒരു മനുഷ്യൻ യാത്ര ചെയ്യുവാനിടയായി തീർന്നു. തന്റെ യാത്രയിൽ കൊള്ളക്കാർ അല്ലെങ്കിൽ പിടിച്ചുപറിക്കുന്നവർ എന്ത് ചെയ്തു? തന്നെ എന്ത് ചെയ്തു? അപഹരിക്കുവാനിടയായി തീർന്നു. തന്റെ വസ്ത്രം എന്ത് ചെയ്തു? എടുത്തു മാറ്റപ്പെട്ടു. തന്റെ ശരീരം എന്ത് ചെയ്തു? മുറിവേൽക്കപ്പെട്ടോ. താൻ എന്ത് ചെയ്തു? താൻ അവിടെ വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടു. പലരും ആ വഴി വന്നു, പലരും വന്നു, പുരോഹിതൻ വന്നു, എല്ലാവരും വന്നു. ഹല്ലേലൂയ. ലേവ്യനും പുരോഹിതനും എല്ലാവരും അവിടെ വന്നു. ആരും എന്ത് ചെയ്തില്ല? തന്നെ എന്ത് ചെയ്തില്ല?
തിരിഞ്ഞു നോക്കിയില്ല. പക്ഷേ അവൻ ഒരുവൻ മാത്രം അവനോട് മനസ്സലിയുവാനിടയായി തീർന്നു. നല്ല ശമരിയക്കാരൻ. അവൻ ആ വ്യക്തി മാത്രം എന്ത് ചെയ്തു? തന്നോട് ചേർത്ത് പിടിക്കുവാനിടയായി തീർന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ദൈവം നമ്മെ അവന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയത് അവൻ ഹല്ലേലൂയ എങ്ങനെയാണെന്നറിയാമോ? നിന്റെ ജീവിത വസ്ത്രം അല്ലെങ്കിൽ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കണമെന്നുള്ളത് അത് നീ അദ്ദേഹം എവിടെ നിന്നെന്നറിയോ? യാത്ര യെരൂശലേം എന്ന് പറയുന്നത് അവൻ ദൈവത്തിന്റെ നഗരം, അല്ലെങ്കിൽ അവിടെ ദൈവാലയമുള്ള അവൻ യെരൂശലേമിൽ നിന്ന് അവൻ തന്റെ യാത്ര പുറപ്പെട്ടതാണ്. അവൻ താൻ വരുന്ന വഴിയിൽ തന്നെ ആക്രമിച്ച് ഞാൻ അതിന്റെ ആത്മീയ അർത്ഥം ഇങ്ങനെ മനസ്സിലാക്കുന്നു. ഇന്നിങ്ങനെ ഞാൻ അതിനെ ഗ്രഹിക്കുന്നു. തന്റെ ആത്മീയ ജീവിതത്തെ, തന്റെ വിശുദ്ധിയായ ജീവിതത്തെ ശത്രുവാകുന്നവൻ ആക്രമിച്ച് അവന്റെ നല്ല വസ്ത്രത്തെ എന്ത് ചെയ്തെന്നറിയാമോ? കളങ്കമല്ലാതെ നല്ല വസ്ത്രമായിരുന്നു. അവൻ വിശുദ്ധിയോടെ ജീവിച്ച മനുഷ്യനായിരുന്നു. ആ വിശുദ്ധിയായ വസ്ത്രത്തെ എന്ത് ചെയ്തെന്നറിയോ? ശത്രുവായവൻ, പിശാചായവൻ അവന് വലിച്ചു കീറപ്പെടുവാനിടയായി തീർന്നു. ജീവിത വിശുദ്ധിയെ നശിപ്പിച്ചു കളയുന്നു. ആ ജീവിത വിശുദ്ധിയെ നശിപ്പിച്ചു കളഞ്ഞപ്പോ അവൻ നശിക്കപ്പെടുവാനിടയായി തീർന്നു. ജീവിത വിശുദ്ധി ഇല്ലാതെ വന്നപ്പോ അവന്റെ ശരീരത്ത് വസ്ത്രമില്ല എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിത വിശുദ്ധി നഷ്ടപ്പെട്ടു. ദേവാലയത്തിൽ നിന്ന് വന്ന വരവാ, പകുതി എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ പലപ്പോഴും പലരുടെയും ജീവിതം ഇങ്ങനെയാ. ഞായറാഴ്ചകളിലും ഇല്ലെങ്കിൽ കൂട്ടായ്മകളിൽ പോകുമ്പോൾ മാത്രം ഒരു വിശുദ്ധിയുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സൂം മീറ്റിങ്ങുള്ള ഗൂഗിൾ മീറ്റിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു വിശുദ്ധിയുണ്ട്. ആ മീറ്റിംഗ് കഴിഞ്ഞ പിന്നെ അശുദ്ധമായതിനകത്ത് പ്രവേശിക്കുന്ന ചില അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ നിന്റെ ജീവിത വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുന്നു. നശിപ്പിക്കരുതേ. ജീവിത വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കണമേ. കള്ളന്മാർ, പിടിച്ചു പറിക്കാർ അതിനെ അപഹരിച്ചു കൊണ്ടുപോകല്ലേ. പലപ്പോഴും പ്രാർത്ഥന കഴിഞ്ഞ് ഫോൺ ഇങ്ങനെ എടുത്ത് ഫോണിനകത്ത് നോക്കി നിന്റെ അകത്തുണ്ടായിരുന്ന നീ ധരിച്ചിരുന്ന ജീവിത വിശുദ്ധി കുറെ നേരം നോക്കി വരുമ്പോ വേറെ പലതും വന്ന് നിന്റെ ജീവിതത്തിന്റെ അകത്ത് കളങ്കം വന്ന് വിശുദ്ധിയെ നഷ്ടപ്പെടുത്തുന്ന ചില മേഖലകൾ ഉണ്ടെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, ഹല്ലേലൂയ സഹോദരങ്ങളെ, ഹല്ലേലൂയ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ആത്മാവിൽ, പരിശുദ്ധാത്മാവിൽ എനിക്ക് നിങ്ങളെ പ്രബോധിപ്പിക്കാനുള്ളത്, ജീവിത വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രവചന ശബ്ദങ്ങൾക്കപ്പുറത്ത് ജീവിത വിശുദ്ധി നമ്മുടെ അകത്തുണ്ടാകണം. വിശുദ്ധി ഉള്ളവന് കർത്താവിനെ പ്രസാദിപ്പിക്കാൻ കഴിയത്തുള്ളന്നേ. ആ വസ്ത്രം, ആ മനുഷ്യന്റെ വസ്ത്രം വലിച്ചു കീറപ്പെട്ട് വചനം പറയുന്നത് അവന്റെ ശരീരത്തിനകത്ത് മുറിവേൽക്കപ്പെടുവാനിടയായി തീർന്നു. എന്നാൽ നല്ല ശമരിയക്കാരൻ വന്ന് തന്റെ കയ്യിലുണ്ടായിരുന്ന വീഞ്ഞും തൈലവും പകർന്ന്, എണ്ണയും പകർന്ന് അവന്റെ ശരീരത്തിന്റെ മുറിവുകളെ ശുശ്രൂഷിച്ച് അവൻ സഞ്ചരിച്ച വാഹനത്തിൽ അവനെ കയറ്റി അവന് വേണ്ടി പണം എന്ത് ചെയ്തു? ഹല്ലേലൂയ അവിടെ കൊടുത്തിട്ട് ഹല്ലേലൂയ വഴിയമ്പലത്തിൽ കൊടുത്ത് അവനെ ശുശ്രൂഷിക്കണമേ എന്ന് പറഞ്ഞ്, ഇനി ഇവന് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തരാമെന്ന് ഉറപ്പ് തന്നിട്ട് നമുക്കും ഒരു പ്രാണപ്രിയൻ ഉറപ്പ് തന്നിട്ടുണ്ട്. ഇവന് വേണ്ടിയത് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്റെ പ്രാണനെ ഹല്ലേലൂയ മറുവിലയായി കാൽവറിയിൽ നിനക്ക് വേണ്ടി, എനിക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്നത്. നീ വഴിയരികിൽ പട്ടുകിടന്നതാണ്, നീ വഴിയരികിൽ വീട് കിടന്നതാണ്, നീ വഴിയരികിൽ നഷ്ടപ്പെട്ടു പോയവനാണ്, നീ വഴിയരികിൽ നശിച്ചു പോയവനാണ്. എന്നാൽ എന്റെ സ്വർഗത്തിലെ ദൈവം വഴിയരികിൽ നിന്ന് നിന്നെ ചേർത്ത് പിടിച്ചു. നിന്റെ അശുദ്ധമായ വസ്ത്രത്തെ ഹല്ലേലൂയ നീ നഗ്നനാക്കപ്പെട്ട ആ സാഹചര്യത്തെ എന്റെ സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനെ ഈ താണ ഭൂമിയിൽ അയച്ച് അവന്റെ ശരീരം നമുക്കായി യാഗമേറി, നമുക്കായി രക്തമൊഴുക്കി, നമ്മുടെ മുറിവുകളെ ശുശ്രൂഷിച്ചു, നമ്മുടെ വേദനകളെ ശുശ്രൂഷിച്ച് അവൻ നമുക്ക് വേണ്ടി യാഗമായപ്പോ നമ്മുടെ ശരീരത്തുള്ള ഓരോ മുറിവുകൾ, ഓരോ വൂണ്ടും ക്ലിയർ ചെയ്ത്
അവൻ അവൻ നല്ല രീതിയിൽ ശുശ്രൂഷിച്ച് നമുക്ക് വേണ്ടി മറുവില യാഗമായി തീർന്ന് അവൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാ വന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പകരക്കാരനായി. ഇന്ന് രാത്രി, ഇന്ന് ഈ പ്രഭാതത്തിൽ അവൻ നമുക്ക് വേണ്ടി പകരക്കാരനായ ദൈവത്തെ, അവൻ നല്ല ശമരിയക്കാരനെ പോലെ അവൻ ഒരുവനും നമുക്ക് വന്നിട്ടുണ്ടെന്ന് ആ കർത്താവിനെ അല്ലാതെ അവൻ വേറെ ഒന്നിന്റെയും പുറകതി പോവരുത്. എല്ലാവരും അന്യഭാഷ പറഞ്ഞ് ശബ്ദത്തെ സ്വീകരിച്ചാണ്. ഫലപ്രമാദന അടകതരകടക പ്രമാദന രക്ഷമന ധൂരകൽഖമന വൈശസ്പാദന ബൗഡരകതരകടക അടകച്ചന രാതിയൽ പ്രമാദന അന്തകത്തര പ്രാതിയത്തനെ ലേബഷ്മന റീബൽഖമന വൈഡരകതരകടക അടകതന റീഗതന ഹത്തവരക്ഷന ബൗഡബന്ധുര ലേ തേരിയ അറബബബ സെതേരിയ പ്രമാദനാദന രേഖമന സെതേരിയ പ്രമാദന. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ഈ കർത്താവിനെ വിട്ടിട്ട് അവൻ മാറിപ്പോകരുത്, നമ്മ മാറിപ്പോകരുത്. നമ്മുടെ സ്വന്തം വിവേകത്തിനകത്ത് നാം ഊന്നല്ലേ, നമ്മുടെ സ്വന്തമായ ചിന്തകളിനകത്ത് നമ്മൾ എന്ത് ചെയ്യരുത്, നടക്കില്ല. കാരണം നാം ദൈവത്തിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാ. തിരഞ്ഞെടുപ്പ് പ്രാപിച്ചവന് ചില ഉപദേശങ്ങളുണ്ട്, അവന് ചില നിയമവ്യവസ്ഥതകളുണ്ട്. അവൻ നമുക്കിപ്പോ മനസ്സിലാക്കുവാൻ, അവൻ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി, മന്ത്രിയാകാം, MLA-മാരാവാം, ആരുമാകട്ടെ, തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിക്കൊരു നിയമമുണ്ട്, അവനൊരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. നീയും തിരഞ്ഞെടുക്കപ്പെട്ടവനാ, നിനക്കൊരു വ്യവസ്ഥയുണ്ട്, നിനക്കൊരു ഉപദേശമുണ്ട്. ഈ ഉപദേശവും ഈ തെരഞ്ഞെടുത്ത നിനക്കൊരു നിയമം തന്നിട്ടുണ്ട്. ആ നിയമം വിട്ടു മാറില്ല. പലപ്പോഴും ആ നിയമം വിട്ട് മാറ്റുവാൻ പല മേഖലയിൽ നിന്നും നിന്നെ ഉപദ്രവിക്കുന്ന, അല്ലെങ്കിൽ നിന്നെ പല മേഖലയിൽ നിന്നും തടയുന്ന വിഷയങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ആയിരിക്കുന്ന നിയമത്തിൽ നിന്നും നീ ഫോളോ ചെയ്യേണ്ടതായ ദൈവവചനത്തിൽ നിന്നും പലപ്പോഴും നിന്നെ തള്ളിക്കളയുന്ന ഒരു വിഷയങ്ങളുണ്ട്. ഇന്ന് രാത്രി തിരിച്ചറിയുന്ന പ്രഭാതത്തിൽ തിരിച്ചറിയണം, ഇത് വിട്ടിട്ട് ഞാൻ മാറത്തില്ല, ഇതിന്റെ അപ്പുറത്ത് വേറെ ഒന്നും എനിക്കില്ല, ഇതാ എന്റെ പ്രമാണം. ഇതാണ് എന്റെ പ്രമാണം. എനിക്ക് ദൈവം തന്നൊരു നിയമം ഇതാണ്, ഇത് വിട്ട് ഞാൻ മാറത്തില്ലെന്ന് ഈ പ്രഭാതത്തിൽ തീരുമാനമെടുക്കാമോ? ഹല്ലേലൂയ. പലപ്പോഴും നാം ചിന്തിക്കുന്നത് എന്നാന്നറിയോ, ഞാൻ കേട്ട പ്രവചനങ്ങൾ ഫുൾഫിൽ ആയിട്ടില്ല, ഞാൻ കേൾക്കുന്ന ദൈവശബ്ദം എന്റെ മുമ്പിൽ നടപടിയാകുന്നില്ല. ഒറ്റ കാര്യം, ഇതിനകത്തില്ലാത്ത പ്രവചനങ്ങൾ നടക്കത്തില്ല. ഇതിനകത്തില്ലാത്ത യാതൊന്നും സാധിക്കത്തില്ല കേട്ടോ. ആരൊക്കെയോ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഞാൻ എത്രയോ ദൂത് കേട്ടോ, ഞാൻ എത്രയോ ദൈവശബ്ദം എന്ന് പറഞ്ഞ് ഞാൻ കേട്ടോ, പക്ഷെ പലതും നടക്കുന്നില്ല, പലതും അത് ഫുൾഫിൽ ആവുന്നില്ല. ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, ഒന്നെങ്കിൽ നീ അതിനുവേണ്ടി ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നില്ല, രണ്ട് വചനവുമായി ബന്ധമില്ലാത്ത പ്രവചനങ്ങളാ, കള്ളപ്രവചനങ്ങളാ. അതുകൊണ്ടാണ് ഇന്ന് പ്രഭാതത്തിൽ തിരിച്ചറിയട്ടെ, ഇന്ന് പ്രഭാതത്തിൽ അതിനെ ഗ്രഹിക്കട്ടെ, ഇന്ന് പ്രഭാതത്തിൽ അതിനെ മനസ്സിലാക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് പറയാത്ത ഒരു ശബ്ദവും അത് ഫുൾഫിൽ ആകത്തില്ല. കർത്താവിന്റെ ഹൃദയത്തിൽ എന്നോട് സംസാരിക്കുന്ന ഒരു ശബ്ദം അതാണ്. ദൈവഹിതമില്ലാതെ കേട്ടതിനെ നീ വിട്ടുകള. ഇന്ന് വചനവുമായി ഒന്ന് കണക്ട് ചെയ്യ്. നീ കേട്ട ദൂതുകളെ വചനവുമായി കണക്ട് ചെയ്യ്. ഈ വചനവുമായി ബന്ധമില്ലാത്തത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. ഈ വചനവുമായി ബന്ധമുള്ളത് നിന്റെ ജീവിതത്തിനകത്ത് നടക്കും. ഇന്ന് ഈ പ്രഭാതത്തിൽ അത് സംഭവിക്കുമെന്ന്, അത് വൈകിയാലും അത് താമസിച്ചാലും അത് സംഭവിക്കും. വചനവുമായി ബന്ധമില്ലാത്ത യാതൊന്നും സംഭവിക്കത്തില്ല. ആമേൻ, 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 ആമേൻ. നമ്മുടെ അകത്തുണ്ടല്ലോ, എന്നോട് കർത്താവ് എന്നോട് പിന്നെയും പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിനകത്ത് വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കണം, വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കണം. അപഹരിക്കുന്ന പലതും, വഴിയരികെ വെച്ച് നശിപ്പിക്കുന്ന പലതും
നമ്മുടെ പുറകെ വരുന്നുണ്ട്, നമ്മുടെ പുറകെ വരുന്നുണ്ട്, നമ്മുടെ പുറകെ വരുന്നുണ്ട്, പുറകെ വരുന്നു. വഴിയിൽ വെച്ച് നശിപ്പിക്കേണ്ടതിന് അവൻ ആ മനുഷ്യനെ വഴിയിൽ വെച്ച് അവന്റെ വസ്ത്രം മാറ്റപ്പെട്ടതുപോലെ നീയും വഴിയിൽ വെച്ച് മാറ്റപ്പെടാതിരിക്കേണ്ടതിന് നിന്റെ അകത്തുനിന്നുള്ള അവൻ നിന്റെ ആ വസ്ത്രത്തെ, ജീവിത വിശുദ്ധിയെ മാറ്റാൻ വേണ്ടി അവൻ പലയിടങ്ങളിൽ പല സമയങ്ങളിൽ പതിയിരിക്കുന്നതിന് നീ തിരിച്ചറിയണം. നീ തിരിച്ചറിയണമെങ്കിൽ നീ എന്ത് ചെയ്യണം എന്നറിയോ? യു ഫോളോ ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവ വചനത്തെ നീ ഫോളോ ചെയ്യണം. നീ അത് ഫോളോ ചെയ്താൽ മതി. വേറെ എവിടെയും പോകണ്ട. നീ വേറെ എവിടെയും പോയിട്ട് ഒന്നും ചെയ്യണ്ട. ഒരു പ്രവാചകന്റെ കൈവപ്പും അതിന് വേണ്ടെന്ന്. ഈ വചനത്തെ നീ ഫോളോ ചെയ്താൽ ഹല്ലേലൂയ, ഈ വചനത്തെ ഫോളോ ചെയ്താൽ ഹല്ലേലൂയ, നിനക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും ഞാൻ ഫോളോ ചെയ്യുന്നത് ദൈവ വചനത്തെയാണെന്ന്. നിനക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും എന്റെ അകത്തൊരു ജീവിത വിശുദ്ധി ഉണ്ടെന്ന്. ഈ നാളുകളിൽ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. വിശുദ്ധമായിരിക്കണം. കാരണം നാം സേവിക്കുന്ന ദൈവത്തെ യഥാർത്ഥമായി നമ്മളത് തിരിച്ചറിഞ്ഞാൽ മതി. നമ്മുടെ കർത്താവ് വചനം പറയുന്നു, അവൻ എന്ത് ചെയ്യുന്നറിയോ? അവൻ അഗ്നിജ്വാലക്കൊത്ത കണ്ണുകളുള്ളവനാണ്. ആ കർത്താവിനെയാ നാം സേവിക്കുന്നത്. അഗ്നിജ്വാലക്കൊത്ത കണ്ണുകളുള്ളവൻ നമ്മെ തീക്കകത്തൂടെ ശോധന വരുത്തും. വചനം ഇങ്ങനെ പറയുന്നത് പോലെ പൊന്ന് അതിനെ ഊതി പൊന്ന് അതിനെ പണിതെടുക്കുന്നത് പോലെ നമ്മെ എന്ത് ചെയ്യണം? ഓരോ ദിവസവും അതിൻ്റെതായ പ്രോസസ്സിനകത്ത് കടക്കണം. ദൈവവചനവുമായി നാം അല്പസമയം വേറിട്ടിരിക്കണം. ദൈവവചനമായി നമ്മൾ ഇരിക്കണം. ദൈവം വചനം വായിക്കണം. വചനത്തിന്റെ പ്രത്യേകത, വചനം അത് ചുറ്റികയാണ്. അത് പാറയെ തകർക്കുന്ന ചുറ്റികയാണ്. ഈ വചനം നമ്മുടെ അകത്ത് ശുദ്ധി വരുത്തുന്നതാണ്. വചനം പഠിക്കണം, വചനം വായിക്കണം. മീറ്റിങ്ങുകളിൽ മാത്രം ഇരുന്നാൽ പോരാ. ദേവാലയത്തിൽ എല്ലാ ആരാധനയ്ക്ക് പോകുന്നുണ്ട്, ഞാൻ ദശാംശം കൊടുക്കുന്നുണ്ട്, എന്താ പറയാ, പ്രവചിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ ദർശനം കാണുന്നുണ്ട്, ഞാൻ ഇന്ന് ഇവിടെ ഇരുന്നിട്ട് നിങ്ങളോട് പറയാ ഞാൻ ഇന്നതെല്ലാം ചെയ്യുന്നുണ്ട്, ദേവദാസനെ ഞാൻ ഇങ്ങനെയെല്ലാം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അയ്യോ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, ഞാൻ എല്ലാം ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞിട്ട് പറഞ്ഞു നടന്നിട്ട് കാര്യമില്ലെന്നേ. നമ്മുടെ അകത്ത് പുറത്തും വിശുദ്ധി എന്നത് മസ്റ്റാണ്. ദൈവം പ്രസാദിക്കണമെങ്കിൽ വിശുദ്ധി മസ്റ്റാണ്. അത് നമ്മുടെ ജീവിതത്തിനകത്ത് വേണം. ഞാനിങ്ങനെ പറയുമ്പോ ആർക്കെങ്കിലും വിഷമം തോന്നിയപ്പോ ഞാൻ എന്നാ പറയാ, വിഷമിക്കാതല്ലാതെ അവിടെ ഇരുന്ന് അകത്ത് കുത്തുകൊള്ളുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോണം, മാനസാന്തരപ്പെട്ടോണം, ഗുണപ്പെട്ടോണം. അല്ലെങ്കിൽ പ്രശ്നമാണ്. എന്നോട് വിഷമം തോന്നിയ അവിടെ ഇരിക്കത്തുള്ളൂ. എന്തോ ചെയ്യാനാ, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ദൈവത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ അകത്തെ പുതിയൊരു അനുഭവത്തിനകത്ത് കൊണ്ടുവരാൻ പറ്റും. ദൈവത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. നീ ആയിരിക്കുന്ന സാഹചര്യത്തിനകത്ത് നിന്നെ പണിത് പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്ന നല്ലൊരു പൊന്നായി തീരാനാ. നല്ല മാറ്റമുള്ള നല്ലൊരു പൊന്നാക്കി തീർക്കാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് നിന്റെ വേലയിൽ നീ ചെയ്യുന്ന ശുശ്രൂഷകളിൽ നിന്നെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ നീ ആഗ്രഹിക്കണം, കർത്താവേ നിന്റെ ഹിതം എന്താണോ ആ നിലവാരത്തിൽ എന്നെ ഒന്ന് പണിതുയർത്തണം. അപ്പൊ വഴിയിൽ വെച്ച് ഞാൻ നഷ്ടപ്പെട്ടു പോകല്ല്. വഴിയിൽ വെച്ച് എന്നെ ആക്രമണം ഞാൻ ഏൽക്കരുത്. വഴിയിൽ വെച്ച് നീ നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് ജീവിതത്തിന്റെ അകത്തൊരു വിശുദ്ധി ഉണ്ടാകട്ടെ. നഷ്ടങ്ങളാ, എപ്പോഴും നഷ്ടങ്ങളാ. ഒന്നൊന്നിനോട് ചേർത്തിട്ട് ഒന്നൊന്നിനോട് എന്ത് ചെയ്യുന്നില്ല, ചേരുന്നില്ലാത്തൊരു അനുഭവത്തിനകത്തോടെ നീ കടന്നു പോകുന്നുണ്ടെങ്കിൽ നീ ദൈവമായി ഒന്ന് നിരപ്പ് പ്രാപിക്കണം. പിതാവായ ദൈവവുമായി നിരപ്പ് പ്രാപിക്കേണ്ടതിന് പുത്രനിലൂടെ നിരപ്പ് നൽകി തന്നൊരു സ്വർഗമുണ്ട്. ഇന്ന് രാത്രി, ഇന്ന് ഈ പ്രഭാതത്തിൽ നിന്റെ ജീവിതത്തിന്റെ
ജീവിതത്തിന്റെ ഏതെല്ലാം മേഖലകളിൽ, ഏതെല്ലാം സാഹചര്യത്തിനകത്ത്, ഏതെല്ലാം യാത്രകളിൽ നീ പോകുമ്പോഴും, ഏതെല്ലാം ജോലികൾ നീ ചെയ്യുമ്പോഴോ, ഏതൊക്കെ രാജ്യത്ത് നീ ആയിരിക്കുമ്പോഴോ, ഏതൊക്കെ ദേശത്തിലൂടെ നീ കടന്നു പോകുമ്പോഴോ, നീ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. എന്റെ അകത്ത് ജീവിത വിശുദ്ധി ഉണ്ടാകണം. ജീവിത വിശുദ്ധി ഉണ്ടാകണം. നമ്മളെ ശുദ്ധീകരിക്കും. നമ്മെ ശുദ്ധീകരിക്കും. പ്രിയരെ, നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ അകത്ത് ആരോടും ഒരു വെറുപ്പ് വിദ്വേഷം ഒന്നും വെക്കല് കേട്ടോ. പ്രിയരെ, നമ്മൾ അതൊന്നും നമ്മുടെ അകത്ത് വെക്കരുത്. നമുക്ക് ചിലപ്പോൾ നമ്മളോട് ദേഷ്യപ്പെട്ടവരോട്, അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിച്ചവരോട്, നമ്മളെ സങ്കടം, നമ്മൾ ഒത്തിരി പേരോട് സങ്കടം, ഒരു നിരാശ ഒക്കെ നമ്മുടെ അകത്തുണ്ടാകും. പക്ഷെ ഇന്ന് പകലിൽ, ഇന്ന് ഈ പ്രഭാതം ദൈവം നമുക്ക് ഇത്ര മനോഹരമാക്കി തന്നതിന്റെ കാരണം എന്നാണെന്നറിയോ? ജീവിതത്തിന്റെ അകത്ത് നീ ഒന്നും കൂടെ പണിയപ്പെടണം, നീ ഒന്നും കൂടെ ബലപ്പെടണം, നീ ഒന്നും കൂടെ എന്ത് ചെയ്യണം? എന്റെ സന്നിധിയിൽ ആയിരിക്കണമെന്ന് തമ്പുരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരാഗ്രഹം കർത്താവിനുള്ളത് കൊണ്ടാ ദൈവം നമ്മെ ഇന്നും ആയുസ്സോടെ അവന്റെ കൃപയുടെ ബഹുത്വത്താല്, ആ കൃപയുടെ അത്ര വലിയ ബഹുത്വം, വലുപ്പം ഉള്ളത് കൊണ്ടാണ് ഇന്ന് നാം ഇവിടെ നിൽക്കുന്നത്. അല്ലാതെ നമ്മുടെ കഴിവൊന്നും അല്ലെന്ന്, നമ്മുടെ കഴിവൊന്നും അല്ല നാം ഇന്ന് എന്ത് ചെയ്യുന്നത്. നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ കഴിവല്ല. നീ അങ്ങനെ ആരും ചിന്തിക്കണ്ട, എനിക്ക് കഴിവുള്ളത് കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്, അങ്ങനെ ആരും ചിന്തിക്കത്തില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ചിന്തിക്കല്ലേ. കാരണം എന്താണെന്നറിയോ? നമ്മുടെ ജീവിതത്തെ ആ ക്രിസ്തുവുമായി ബന്ധപ്പെടുത്തിയിരിക്കണം. ക്രിസ്തുവുമായി എന്ത് ചെയ്യണം? ചേർന്നിരിക്കണം. ദൈവം അത് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ സ്വർഗത്തിലെ ദൈവം നമ്മെ പഠിപ്പിക്കുന്ന കാര്യം അതാണ്. വിശുദ്ധിയോടെ, നിർമ്മലതയോടെ ജീവിക്കണം. കോപം, ഈർഷ്യ, പക, ബന്ധപക്ഷം, ഇവയൊന്നും നമ്മുടെ അകത്ത് ഉണ്ടാകരുത് കേട്ടോ. നമ്മുടെ അകത്ത് ഇതൊന്നും ഉണ്ടാകല്ലേ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ കർത്താവ് എന്നെ പഠിപ്പിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ അകത്ത് ആരോടും ഒരു വെറുപ്പുണ്ടാകല്ലേ. നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മുടെ അകത്ത് വെറുപ്പുണ്ടെങ്കിൽ നമ്മൾ ശൂന്യതയ്ക്കകത്തായി പോകും. ശൂന്യത. നിന്റെ അകത്തൊരു വെറുപ്പുണ്ടെങ്കിൽ നീ ശൂന്യതയ്ക്കകത്താന്ന് മനസ്സിലാക്കിക്കോ. ആരോടെങ്കിലും ഒരു പകയുണ്ടെങ്കിൽ നീ മനസ്സിലാക്കിക്കോ, നീ വലിയ ശൂന്യതയ്ക്കകത്ത, വലിയ സീറോയ്ക്കകത്ത നീ ജീവിക്കുന്നത്. നിനക്ക് ആരോടെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ ഇന്ന് തിരിച്ചറിഞ്ഞോ, നീ ശൂന്യതയ്ക്കകത്ത. അവർ ചിലപ്പോൾ നമ്മളോട് ദോഷം കാണിച്ചിട്ടുണ്ടാകാം, അവർ നമ്മളോട് തെറ്റ് ചെയ്തിട്ടുണ്ടാകാം, നിന്നെ വഴിയിൽ വെച്ച് ഉപദ്രവിച്ചിട്ടുണ്ടാകാം, നിന്നെ ചിലപ്പോ വഴിയിൽ വെച്ച് നശിപ്പിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ടാകാം. എങ്കിലും നിനക്ക് വേണ്ടി വില തന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി വില തന്ന, നിനക്ക് വേണ്ടി ത്യാഗമായി തീർന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിനെ എന്ത് ചെയ്യണം? നാം സേവിക്കുന്നത്. ആ കർത്താവിൽ എന്ത് ചെയ്യണം? നാം ധൈര്യപ്പെടണം. ആ കർത്താവിൽ നാം എന്ത് ചെയ്യണം? അവനിൽ എന്ത് ചെയ്യണം? ധൈര്യം നമ്മുടെ അകത്തുണ്ടാകണം. നമുക്ക് ഉറപ്പുണ്ടാവണം. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി യാഗമായി, ഞാൻ അവനെ, ആ കർത്താവുമായി ചേർന്നിരിക്കുകയാണെന്നുള്ള ധൈര്യം, ഉറപ്പ് നമുക്കുണ്ടാകണം. നമുക്ക് പറയാൻ പറ്റുമോ? നമുക്ക് ആ ഉറപ്പുണ്ടെന്ന്, നമുക്ക് ആ ധൈര്യമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? എനിക്ക് ആ ഉറപ്പുണ്ട്, എനിക്ക് ആ ധൈര്യമുണ്ട്, എന്നെ കർത്താവിന് എന്നെ ചേർത്ത് പിടിച്ചിരിക്കും, എനിക്ക് ആ ധൈര്യമുണ്ട്, എന്റെ അകത്ത് വിശുദ്ധിയുണ്ട്, ഞാൻ ശുദ്ധനാണ് എന്ന ധൈര്യം നമ്മുടെ അകത്തുണ്ട്. ധൈര്യം പ്രിയരെ, നമ്മുടെ അകത്ത് ആ ധൈര്യം ഉണ്ടാകണം. പ്രാഗൽഭ്യം അല്ലേ? സഭയില് ഒരു ഞായറാഴ്ച എന്റെ ചർച്ചില്, എന്റെ സഭയില് എല്ലാ മാസത്തിലും 1-2 പ്രാവശ്യമൊക്കെയാണ് കർത്തൃമേശയൊക്കെ ഉള്ളത്. അപ്പോ തലേ ഞായറാഴ്ച ഞങ്ങളുടെ ചർച്ചിൽ പറയും, ഇങ്ങനെ കർത്തൃമേശയുണ്ട്, തിരുമേശയുണ്ട് അടുത്ത ഞായറാഴ്ച. ഇപ്പൊ എല്ലാ ഞായറാഴ്ചയും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഒരു പ്രാവശ്യം ഞങ്ങൾ എന്ത് ചെയ്തു? കർത്തൃമേശ ഉണ്ടെന്നൊന്നും പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല, ഇൻഫർമേഷൻസ് ഒന്നും കൊടുത്തില്ല. കർത്തൃമേശ ശുശ്രൂഷ ആരോടും അറിയിക്കാതെ
ഒരു സൺഡേ കർത്തൃമേശ വെച്ചു. അപ്പോൾ കർത്തൃമേശ വെച്ച് അന്ന് വിശ്വാസികള് ഒക്കെ ദൈവമക്കളെല്ലാവരും വന്നു, ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ വന്നു. അവരൊക്കെ വന്നിട്ട് കർത്തൃമേശയൊക്കെ ഒരുക്കി വെച്ചതൊക്കെ കണ്ടപ്പോഴത്തേന് എല്ലാവരുടെ മുഖഭാവമൊക്കെ മാറാൻ തുടങ്ങി. കുറെ പേർക്ക് എന്തൊക്കെയോ ഭയങ്കര പ്രയാസമൊക്കെ തോന്നി. അപ്പോ ഞാനിങ്ങനെ ഹോളിനകത്തൂടെ ഇങ്ങനെ നടക്കുമ്പോ ഒരു 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 ശബ്ദം ഞാനിങ്ങനെ കേട്ടു, അയ്യോ ഇന്ന് കർത്തൃമേശ ഉണ്ടായിരുന്നോ, അയ്യോ അതെന്നാ പാസ്റ്റർ എന്നാ നേരത്തെ പറയാത്തെ. അപ്പൊ പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ ഇത് ഒരുങ്ങിയിരിക്കണം, ഒരുങ്ങിയിരിക്കണം, ടു റെഡി ഫോർ എവറി ടൈം. ദൈവസന്നിധിയിൽ ഒരുക്കമുള്ളവരായിരിക്കണം. ഏത് സമയത്തും ഇതുപോലെ പ്രാണപ്രിയം വന്ന് വിളിക്കും. ഇപ്പൊ ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, ഇവിടെ ഞാനിപ്പോ വചനം നിങ്ങളോട് നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഷെയർ ചെയ്തിരിക്കുന്നതിന്റെ ഇടയിൽ കർത്താവ് വന്ന് വിളിക്കുവാണ്, വാ പോവാന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാരും പോയി ഞാനിവിടെ ഇരുന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്ന കാര്യമില്ല, കാര്യമില്ല. എന്റെ അകത്തും ഞാനും എന്ത് ചെയ്യണം? ക്രമീകരിക്കേണ്ട മേഖല ഞാനും ക്രമീകരിച്ചെങ്കിൽ മാത്രമേ അവിടവുമായി കണക്ട് ആകത്തുള്ളൂ. അവൻ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റു പറയണം, പറയണം, പറയണം. അറിയില്ല, ദൈവത്തിന്റെ ശബ്ദം ഞാൻ അങ്ങനെ കേൾക്കുന്നു. അവൻ നമ്മൾ ഏറ്റു പറയണം, നമ്മൾ ഏറ്റു പറയുന്നവരായിത്തീരും. വേറെ ആരോടും അല്ലല്ലോ, സ്വർഗത്തിലെ അപ്പന്റെ അടുക്കലല്ലേ, സ്വർഗത്തിലെ അപ്പന്റെ അടുക്കലല്ലേ. അല്ലെങ്കിൽ കർത്തൃമേശ ഉണ്ടാകുന്ന ദിവസം മാത്രം ശുദ്ധീകരിക്കപ്പെടല്ലേ, അതിന് നിൽക്കില്ല പ്ലീസ്. എന്റെ റിക്വസ്റ്റ് ആണ്, നിന്റെ ജീവിതത്തിനകത്ത് അവൻ ദിനം പ്രതി ദൈവമായി ശുദ്ധീകരണം പ്രാപിച്ചു ദൈവസന്നിധിയില് ബന്ധം പുലർത്തിക്കൊണ്ടു പോകണം. കണക്ഷൻ, ആ കണക്ഷൻ ഉണ്ടല്ലോ, കട്ടാവില്ല. നമ്മുടെയൊക്കെ വീട്ടിൽ വൈദ്യുതി ഉണ്ട്. നമ്മുടെ വീട്ടില് ലൈറ്റ്, ഫാൻ, AC ഇതൊക്കെ വർക്ക് ആവുന്നത് വൈദ്യുതി പ്രകാരമാണ്. ആ കറണ്ട് പാസ് ചെയ്യുന്നത് കൊണ്ടാണ്. ആ കറണ്ട് KCB-കാർ നമ്മുടെ വീട്ടിലോട്ട്, നമ്മുടെ ഭവനത്തിലോട്ട് വരുന്ന, നമ്മുടെ കേരളത്തില് KSEB എന്ത് ചെയ്യും, അവർ കട്ട് ചെയ്താൽ നമ്മുടെ ഭവനത്തിനകത്ത് എന്ത് ചെയ്യത്തില്ല, കറണ്ട് ഉണ്ടാകത്തില്ല. പലപ്പോഴും പലരും പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? കട്ടായിട്ടാണ്. ബന്ധം വിച്ഛേദിക്കപ്പെട്ടു, കട്ടായി കിടക്കുക. എന്നിട്ട് ആമേനും ഹല്ലേലൂയയും ഗ്ലോറിയും അന്യഭാഷയൊക്കെ ആലിച്ചു മിന്നിക്കുക. ആശാരൂപദേശിയുടെ ഭാഷ പറയുകയാണെങ്കിൽ, ആ ദൈവമനുഷ്യന്റെ ഭാഷ പറയുകയാണെങ്കിൽ അടിച്ചു മിന്നുക. അന്യഭാഷയും പ്രാർത്ഥനയൊക്കെ അടിച്ചു മിന്നുക. പക്ഷെ കണക്ഷൻ ഇല്ല, ബന്ധമില്ല. നീ അങ്ങനെ ദൈവവുമായി ബന്ധമില്ലാതെ അടിച്ചു മിന്നുമ്പോ അതിനകത്ത് പിശാച് കയറും. ഉറപ്പാ, സൂക്ഷിച്ചോണം. ആരെങ്കിലും അവൻ ദൈവവുമായി ബന്ധമില്ലാതെ ഇരിക്കുന്നുവെങ്കിൽ അവൻ ഇന്ന ബന്ധത്തെ കർത്താവെ എന്റെ ജീവിതത്തിൽ തെറ്റുപറ്റിയപ്പാ എന്നോട് ക്ഷമിക്കണമേ എന്നൊരു വാക്ക് ദൈവസന്നിധിയിൽ പറഞ്ഞാൽ ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മൾ സംസാരിക്കണമെന്നേ. നമ്മൾ സംസാരിക്കണം. നമ്മുടെ ശബ്ദം കേൾക്കാൻ, അല്ലെങ്കിൽ നമ്മളെ കേൾക്കാൻ നമ്മളെ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. നമ്മുടെ ശബ്ദം കേൾക്കാൻ എന്ത് ഇഷ്ടമാണെന്നറിയാം നമ്മുടെ അപ്പന്? ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ എന്റെ മോനോട് സംസാരിക്കുക. ഭയങ്കര ഇഷ്ടമുള്ള ഒരു കർത്താവിനെ നമ്മൾ സേവിക്കുന്നത്. ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ശബ്ദം കേൾക്കാൻ. പലപ്പോഴും നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ? ഇതൊന്നും കർത്താവിനോട് സംസാരിക്കത്തില്ല. കർത്താവ് സത്യമാണ്. ഞാൻ പലരുടെ അടുത്തുനിന്ന് കേൾക്കുവാനിടയായി തീർന്നു. പലരും പറയുന്നത്, ഞായറാഴ്ച അച്ഛാ, ഞാൻ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നു. അച്ഛാ, ഞാൻ എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ പള്ളിയിൽ പോകുന്നുണ്ട് അച്ഛാ. കാര്യമില്ല, എല്ലാ ഞായറാഴ്ചയും പോകും, ഞാൻ സ്വോത്രാഴ്ചയും കൊടുക്കും അച്ഛൻ, ഞാൻ ദശാംശം കൊടുക്കും, സഭയ്ക്ക് എന്തു വേണേ ഞാൻ ചെയ്യും. കാര്യമില്ല, അത് വൃഥാവായി പോകും. കാരണം എന്താണെന്നറിയോ? നീയും ദൈവവുമായി ഒരു ബന്ധമുണ്ട്, ഇന്റിമസി ഉണ്ട്. ആ ഇന്റിമസി ഇല്ലെങ്കിൽ നത്തിങ്, നീ ചെയ്തതൊക്കെ വെറും വേസ്റ്റാ. ഇന്റിമസി വിത്ത് ഗാഡ്, ദൈവം അത് ആഗ്രഹിക്കുന്നു. ഒരു ബന്ധം, പിരിയാബന്ധം. പാട്ടുകാരൻ പറയുന്നത് പോലെ, പിരിയാബന്ധമാണേതു, പിരിയാബന്ധമാണേതു യുഗകാലം വരെയും. പിരിയാബന്ധമാണേതു
പിരിയാബന്ധമാണിതു യുഗകാലം വരെയും. ഈ യുഗകാലം, അവൻ ഈ ഉള്ള കാലം മുഴുവൻ പിരിയാബന്ധമായ കർത്താവിനോടൊക്കെ ചേർന്നിരിക്കണം. അല്ലെ? നമ്മുടെ കർത്താവിനെ പോലെ ഇന്ന് ലോകത്ത് ഞാൻ ഒരു മതത്തെയും എന്ത് ചെയ്ത് അവഹേളിക്കുകയല്ല. അവൻ പല മതങ്ങളിലും അവൻ കണ്ട പേടി വരും. പല പല ദൈവങ്ങളെ കണ്ടാലും നമ്മുടെ അകത്ത് പേടി തോന്നുന്ന സാഹചര്യമുണ്ട്, പേടി, ഭയം. പക്ഷെ നമ്മുടെ കർത്താവ് വചനം പറയാ, അവൻ സുന്ദര രൂപിയാ. അവനെ പോലൊരു സൗന്ദര്യമുള്ളവൻ ഇല്ലെന്നാ പറയുന്നേ. അല്ലെ? പാട്ടുകാരനും പറയുന്നത് ഇങ്ങനെ, 10,000 മണവാളനി സുന്ദരനാണെന്റെ പ്രിയൻ. 10,000 മണവാളൻ സുന്ദരനാണെന്റെ പ്രിയൻ. കണ്ടാൽ കൊതി തീരാത്ത പ്രിയനെ പോൽ, കണ്ടാൽ കൊതി തീരാത്ത പ്രിയനെ പോൽ, കണ്ടാൽ കൊതി തീരാത്ത എൻ പ്രിയനെ പോൽ, കണ്ടാൽ കൊതി തീരാത്ത ഒരു സുന്ദര രൂപിയോ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനെ പോലെ ആ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ കർത്താവ് ആരാന്നുള്ളൊരു തിരിച്ചറിവിനകത്താവട്ടെ. അപ്പൊ നീ ദൈവത്തെ അറിഞ്ഞിട്ട് 20 വർഷം, 19 വർഷം, 18 വർഷം, 16 വർഷം, 15 വർഷം, അവൻ 10 വർഷം, 1 വർഷം, 2 വർഷം ആയിക്കോട്ടെ, ഡസന്റ് മാറ്റർ, 30 വർഷം ആയിക്കോട്ടെ, നീ കർത്താവിനെ സേവിക്കുന്നു. അതൊന്നും കർത്താവിന് വിഷയമല്ല. ഒറ്റക്കാര്യം, നീയും ദൈവമായുള്ള ബന്ധം കറക്റ്റ് ആണോ? നീയും കർത്താവുമായുള്ള ബന്ധം അത് യഥാർത്ഥമായി അത് ക്ലിയർ കട്ടിംഗ് ആയി നടക്കുന്നുവെങ്കിൽ, ഇന്ന് പ്രഭാതത്തിൽ ദൈവമായി അത് കൃത്യമല്ലെങ്കിൽ ഇന്ന് അതിനെ പരിഹരിക്കണമെന്ന് നീ പലപ്പോഴും അവകാശപ്പെടുന്നുണ്ട് നീ പ്രവാചകനാണെന്ന്, നീ പ്രവാചകിയാണെന്ന്. നീ ദൈവശബ്ദം കേൾക്കുന്നുണ്ട്, നീ പലപ്പോഴും അവകാശപ്പെടുത്തുന്നുണ്ട്. ഇന്ന് നിന്റെ അകത്ത് ജീവിത വിശുദ്ധി ഇല്ലെങ്കിൽ നീ പ്രവചിക്കുന്നത് വെറുതെ, അത് ഭോഷ്കായി പോകും. ഇന്ന് പ്രഭാതത്തിൽ ദൈവവും നീയുമായി ഒന്ന് നിരപ്പ് പ്രാപിക്കുക. നല്ല ശമര്യക്കാരനായ കർത്താവുമായി നല്ല ശമര്യക്കാരനായ കർത്താവുമായി നിനക്ക് വേണ്ടി വില കൊടുക്കുന്ന കർത്താവുമായി ഒന്ന് നിരപ്പ് പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ ബുദ്ധി ഉപദേശിക്കുന്നു. നല്ല മനസാക്ഷി ഉണ്ടാകട്ടെ. പലപ്പോഴും നാം അറിയാതെ പോലും പെട്ടുപോയി, അറിയാതെ പോലും തെറ്റിപ്പോയിട്ട് ദൈവസന്നിധിയിൽ വന്ന് ഹല്ലേലൂയ അതൊന്നും ദൈവസന്നിധിയിൽ ഏറ്റുപറയാതെ നാം പലപ്പോഴും ഇരുന്ന് നമ്മൾ പാട്ടുപാടി കൈയടിച്ച് അന്യഭാഷ പറഞ്ഞിട്ട് കാര്യമില്ല. നീ ദൈവസന്നിധിയിൽ വരുമ്പോൾ നീ ശുദ്ധീകരണം പ്രാപിക്കണം. ദിനം പ്രതി, എവറി സെക്കൻഡ്, ഞാൻ എന്റെ ഭാഷയിൽ പറയും, എല്ലാ നിമിഷവും ദൈവസന്നിധി ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. നിന്റെ അകത്തുള്ള നീ ഒരു നിർമ്മല മനസാക്ഷിയുള്ള നല്ലൊരു കന്യകായി തീരണം. പ്രാണപ്രിയൻ മണവാളൻ തന്റെ മണവാട്ടിയെ ചേർക്കുവാൻ വരുമ്പോ മുഷിഞ്ഞ വസ്ത്രവുമായി ഇരിക്കരുതേ. മുഷിഞ്ഞ വസ്ത്രവും ധരിച്ചിരിക്കുന്ന മണവാട്ടിയെ മണവാളൻ കൊണ്ടുപോകത്തില്ല. അവൻ മുഷിഞ്ഞ വസ്ത്രം ധരിക്കല്ലേ. മുഷിഞ്ഞ വസ്ത്രം ധരിക്കുന്നവരെ കർത്താവുമായി ബന്ധപ്പെടുവാൻ കഴിയത്തില്ല. അല്ലേ? നമ്മളെ കല്യാണത്തിന് കല്യാണങ്ങളിൽ മണവാളനും മണവാട്ടിയും എന്ന് പറഞ്ഞാൽ മണവാളൻ വരുമ്പോൾ മണവാട്ടി ഏറ്റവും നല്ല രീതിയിൽ ഒരുങ്ങിയിരിക്കും. അത് ഈ ലോകത്തിലെ വിവാഹമാണെ പോലും മണവാട്ടിയെ ഏതൊക്കെ നിലകളിൽ അവരെ ഒരുക്കി കാത്ത് എപ്രകാരം ഏതൊക്കെ നിലകളിൽ അവർക്ക് ക്ലിയർ ആകുവാൻ കഴിയുമോ ആ നിലവാരത്തിലേക്ക് അവർ തന്നെ താൻ ഒരുക്കി കാത്തിരിക്കും തന്റെ മണവാളന് വേണ്ടി. മണവാളൻ വന്നു കഴിയുമ്പോ മണവാളനോട് ചേർന്ന് സന്തോഷിക്കുന്ന മണവാട്ടിയെ ഇന്ന് ഈ ലോകത്ത് നമുക്ക് കാണാമെങ്കിൽ
മണവാളൻ, യഥാർത്ഥ മണവാളൻ, പ്രാണപ്രിയൻ. ആമേൻ, ഹല്ലേലൂയ. ആ പ്രാണപ്രിയൻ വരുമ്പോ മണവാട്ടിയായ ഞാനും നീയും അവൻ ഒരുങ്ങി കാത്തിരിക്കുന്നില്ല എങ്കിൽ അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം. ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവൻ ഇന്ന് പ്രഭാതത്തിൽ അവൻ ശുദ്ധി ഉണ്ടാകട്ടെ, ജീവിത വിശുദ്ധി ഉണ്ടാകട്ടെ, അവൻ നിർമ്മലയായിരിക്കട്ടെ. മണവാളൻ വരുമ്പോ, മണവാളൻ വന്ന് മണവാട്ടിയെ വിളിക്കുമ്പോ ഒരുക്കി കാത്തിരിക്കുന്ന ഒരു അനുഭവം ഇന്ന് പ്രഭാതത്തിൽ അവൻ നമ്മുടെ അകത്തുണ്ടാകട്ടെ. അവനവൻ 10,000-ങ്ങളിൽ സുന്ദരനായവനാണ്. അവൻ വന്ന് നമ്മെ വിളിക്കുമ്പോ അവനോട് ചേരുവാനുള്ള ജീവിത വിശുദ്ധി നമ്മുടെ അകത്തുണ്ടാകട്ടെ. അവൻ ഈ പ്രഭാതം അതിനുവേണ്ടി നമ്മെ ഒരുക്കട്ടെ. ഈ പ്രഭാതം നമ്മുടെ കർത്താവ് അതിനുവേണ്ടി നമ്മെ എന്ത് ചെയ്യട്ടെ? പണിയട്ടെ. ഈ പ്രഭാതം അവൻ അതിനുവേണ്ടി ഈ പ്രഭാതത്തിൽ തമ്പുരാൻ നമ്മളെ അവൻ പണിതെടുക്കട്ടെ. ഹല്ലേലൂയ. അവൻ പണിതെടുക്കട്ടെ. ഹല്ലേലൂയ. മാനുഷികമായ അവൻ പലപ്പോഴും കേട്ടോ, ഞാൻ കേൾക്കുന്നൊരു ശബ്ദം ഞാൻ പറയാം. പലപ്പോഴും നമ്മുടെ വിഷയത്തിനകത്ത് മാനുഷികമായ ബുദ്ധി ഉപദേശങ്ങൾ കേൾക്കപ്പെട്ട് നീ പലപ്പോഴും തെറ്റിപ്പോകുന്നുണ്ടെന്നുള്ളത് അത് തെളിഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇത് ഗ്രഹിക്കുന്നവർ തന്നെ താൻ ശുദ്ധീകരിക്കട്ടെ. വചനം പറയുന്നു, അവൻ അനീതിയും അഴുക്കൊക്കെ ചെയ്യുന്നവർ അങ്ങനെ ആവട്ടെ, അങ്ങനെ വിട്ടേക്കവരെ, ആ വഴിക്ക് വിട്ടേക്ക്. അവൻ വിശുദ്ധൻ തന്നെ താൻ വിശുദ്ധീകരിക്കട്ടെ. അവൻ വിശുദ്ധീകരിക്കട്ടെ തന്നെ താൻ. ഓ, എന്തൊരു വചനമാലേ! ഈ വചനമൊക്കെ അകത്തങ്ങ് ക്രിയ ചെയ്യണം. വചനം വായിക്കുമ്പോ ഞാൻ ഇതൊക്കെ കേട്ടെന്റെ പാസ്റ്റർ, ഞാൻ ഇതൊക്കെ കേട്ടങ്ങ് മടുത്തയാള്. എടാ, എനിക്ക് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. നീ കേട്ട് മടുത്തതാണെങ്കിലും ഇന്ന് നിന്റെ ജീവിതവും തമ്പുരാനുമായി കണക്ഷൻ ഇല്ലെങ്കിൽ മോനെ കറണ്ട് പോയ പോലെ ആയിരിക്കും കേട്ടോ ജീവിതം. പിന്നെ ഒരു നിലയിലും കറണ്ട് പോയി കിടക്കുന്ന അവസ്ഥ. കറണ്ട് ഇല്ലാത്ത വീട്ടില് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പോലും പറ്റത്തില്ല. അല്ല, ഇന്നത്തെ സമൂഹത്ത് കറണ്ട് ഇല്ലാത്ത വീട്ടിൽ ജീവിക്കാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ ഫാന് വേണം, അല്ലേ, കറണ്ട് വേണം. സത്യമാണ്. അതുകൊണ്ട് കറണ്ട് പോയ അനുഭവത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയും, കറണ്ട് പോയ അനുഭവത്തിൽ ഇരിക്കരുത്. കറണ്ട് പോയ അനുഭവത്തിൽ ഇരുന്ന അവസ്ഥയാണ്. വല്ല പാമ്പോ പഴുതാരയൊക്കെ കയറി വരും, പിന്നെ അത് വലിയ പ്രശ്നമാണ്. പാമ്പൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണത്തില്ല. കറണ്ട് ഉണ്ടേലേ, വെട്ടം ഉണ്ടേലേ കാണത്തുള്ളൂ, ലൈറ്റ് ഉണ്ടേലേ കാണത്തുള്ളൂ പാമ്പ് കയറി വന്നത്. ലൈറ്റ് ഉണ്ടേലേ കാണത്തുള്ളൂ ഇഴജന്തുക്കൾ കയറുന്നത്. വചനം എന്ന വെളിച്ചം നിന്റെ അകത്ത് കത്തണം. ക്രിസ്തു എന്ന വെളിച്ചം നിന്റെ അകത്ത് ഉണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ കാര്യമുണ്ട്. അതിൽ കാര്യമുണ്ട്. ആ വെളിച്ചം അകത്തുണ്ടെങ്കിൽ, യേശു കർത്താവ് പറഞ്ഞൊരു കാര്യം ഇതാ എന്നറിയോ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാവുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകും. അത് എന്ത് ചെയ്യണം? അത് കട്ടിലിന്റെ അടിയിലല്ല വെക്കേണ്ടത്. അത് അല്ലെങ്കിൽ പറയും കീഴിലല്ല വെക്കേണ്ടത്. അത് തണ്ടിന്മേൽ അത്ര വെക്കേണ്ടത്. അല്ലെങ്കിൽ മലമേലിരിക്കുന്ന പട്ടണം അത് പ്രകാശിക്കണം. ലൈറ്റ് ഇല്ലെങ്കിൽ, പ്രകാശമില്ലെങ്കിൽ നിന്നെ പ്രകാശിപ്പിക്കണം ഈ ദൈവവചനം കേട്ടോ. ഇത് ധൈര്യത്തോടെ ഇത് പ്രവചനമായിട്ട് അങ്ങ് സ്വീകരിച്ചോ. ഇത് ധൈര്യമായി അങ്ങ് സ്വീകരിച്ചോ. ഞാൻ പ്രവാചകന്മാരെ കുറ്റം പറയില്ല കേട്ടോ, ഞാനും ഒരു പ്രവാചകനാണ്. പക്ഷെ കർത്താവ് എന്നെ പഠിപ്പിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഞാനൊരു പ്രവാചകനാണ്, ഞാനും ഒരു പ്രവാചക അഭിഷേകത്തിന് കീഴ്പ്പെടുന്ന മനുഷ്യനാണ്. ഞാൻ ഒരു പ്രവാചകന്മാരെ കുറ്റം പറയുന്നില്ല. പക്ഷേ ഇതിന്റെ അകത്ത് കള്ളപ്രവാചകന്മാർ കയറിയിട്ടുണ്ട്. സൂക്ഷിച്ചോണം. അല്ലെ, നമ്മൾ പറയും പോലെ സൂക്ഷിച്ചാ ദുഃഖിക്കേണ്ട എന്ന് പറയുന്നത് പോലെ സൂക്ഷിച്ചോണം, ശ്രദ്ധിച്ചോണം. സത്യമാണ്. ഞാൻ പ്രവചനം കേട്ടിട്ടുണ്ട്. എന്നോടൊക്കെ പറഞ്ഞ പ്രവചനം കേട്ട് നിങ്ങളൊക്കെ എന്റെ പൊന്നെ, ഞാനൊക്കെ ആ പ്രവചനം കേട്ടു ഗ്ലോറിയൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നെ ആ പ്രവചനത്തെ ഒന്ന് സ്വോത്രം ചെയ്യാൻ തുടങ്ങിയപ്പോഴാ പിടികിട്ടിയ വചനം ഇങ്ങനെ അകത്ത് കയറാൻ തുടങ്ങിയപ്പോഴാണ് അതിൽ കാര്യമില്ല, ഇതിലാ കാര്യമുള്ള എന്ന് പറയും പിടികിട്ടി. പിന്നെ നമ്മൾ ആ പ്രവചനമൊക്കെ അങ്ങ് വിട്ടു. പിന്നെ ദൈവം നമ്മെ പ്രവചിപ്പിക്കുവാൻ പരിശീലിപ്പിക്കുകയല്ല ചെയ്തത്. ദൈവം പറയുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി.
ശബ്ദം കേൾക്കാൻ തുടങ്ങി. ശബ്ദം കേൾക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് പിടികിട്ടിയത്, ഓ ഇതാണല്ലേ നമ്മൾ പറയേണ്ട ദൂത്. ഏ ഇതിന്റെ അപ്പുറത്തൊരു ദൂതില്ല. ഒന്നാമത്തെ കാര്യം, ഇതിന്റെ അപ്പുറത്തൊരു പ്രവചനം ഇല്ല. ഓക്കെ, ഇതിന്റെ അപ്പുറത്ത് ആരെങ്കിലും ദൂതും പ്രവചനമായിട്ട് വരുന്നുണ്ടെങ്കിൽ അവൻ കള്ളപ്രവാചകൻ. ഇതില്ലാതെ വരുന്ന പ്രവചിക്കുന്നത് കള്ളപ്രവചനമാണ്. 100% അത് വിശ്വസിച്ചോണം. ഇതില്ലാതെ പറയുന്നത് മൊത്തം കള്ളത്തരമാണ്. ഇന്ന് പ്രഭാതത്തിൽ കള്ളത്തരങ്ങളുടെ പുറകെ പോവല്ല. ഇന്ന് പ്രഭാതത്തിൽ നമ്മളെ ചതിക്കുന്നവരുടെ മുമ്പേ പോവല്ല. കാരണം ഇവന്മാര് മൊത്തം ഉണ്ടല്ലോ, ആട്ടുംതോലെ കിട്ടിട്ട് വന്നിട്ട് സ്വോത്രമൊക്കെ പറഞ്ഞിട്ട് പോകും. അവസാനം നിന്ന് കഴിയുമ്പോ ഇവന്റെ അകത്തുനിന്ന് വെളിപ്പെടുന്നത് സിംഹമൊക്കെ ആയിരിക്കും. സിംഹമൊന്നും പറയാൻ പറ്റുന്നത് വല്ല ഈ വലിയ സംഭവമൊക്കെ പുറത്തേക്ക് ചാടും. സൂക്ഷിച്ചോണം. ഞാനിത് സിമ്പിൾ ആയിട്ട് പറയുമ്പോ അല്ലേ, ഞാൻ വളരെ സിമ്പിൾ ആയിട്ടാണ് പറയുന്നത്, പക്ഷെ ഇതിനകത്ത് വലിയൊരു ആത്മീയ രഹസ്യമുണ്ട്. ഇപ്പോൾ വ്യാപരിക്കുന്ന പൈശാചിക തലം അങ്ങനെ തെറ്റിച്ചു കളയുക ജനത്തെ. ദൈവവചനത്തിൽ നിന്ന് തെറ്റിച്ചു കളയുക. ഇതിനൊരു ഉപദേശമുണ്ട്, ഇതിനൊരു പവിത്രതയുണ്ട്. അത് വേണ്ട എന്ന് പറയുന്ന പലരും ഉണ്ടെന്ന്. ഞാന് അധികം വർഷങ്ങളൊന്നും ആയിട്ടില്ല ശുശ്രൂഷ ഫീൽഡിൽ ഇറങ്ങിയിട്ട്. ഞാൻ അധികം കാലമൊന്നും ആയിട്ടില്ല ദൈവവചനം പഠിച്ച്, ബൈബിൾ കോളേജിൽ പഠിച്ച് ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയിട്ട് അധികം കാലങ്ങളൊന്നും ആയിട്ടില്ല. ഒരു 9-10 വർഷമായിട്ടുള്ള കർത്താവിന്റെ വേല ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഇത്രയും കാലത്തിന് ഈ ചെറിയ പീരീഡിന്റെ അകത്ത് ഞാൻ പഠിച്ച ഒരു പാഠം എന്നാന്നറിയോ? ഇതില്ലാതെ ആര് പ്രസംഗിക്കുകയോ, ഇതില്ലാതെ ആരെന്ത് പറഞ്ഞാലും അത് ബോഷ്കിന്റെ ആത്മാവിനാൽ പറയുന്നതാണ്. ഇതോടെ നിന്നോട് പറയുന്നുണ്ടെങ്കിൽ അത് മാത്രമാണ് സത്യം. വചനമില്ലാതെ പറയുന്നതെല്ലാം ബോട്ടാണ്. ദൈവമക്കളെ, തെറ്റിച്ച് കളയുന്നവരുണ്ട്. ശ്രദ്ധിച്ചോണം, പഠിച്ചോണം. വചനം വെച്ച് വചനം വായിച്ച് പഠിച്ചോണം. നിന്റെ അകത്ത് ക്രിയ ചെയ്യുന്നത് വചനമാണ്. കാരണം വചനം പറയുന്നു, വചനം പാറയെ തകർക്കുന്ന ചുറ്റികയാണ്. വചനം ശുദ്ധി ചെയ്യുന്നത് അല്ലെ? ദൈവത്തിന്റെ വചനം ജീവൻ, ചൈതന്യം അല്ലെ? ഇരുവായ്ത്തല മൂർച്ചയേറിയതാണ്. അത് പ്രാണനെയും ആത്മാവിനെയും സദ്യമജ്ജ മാംസങ്ങളേക്ക് എന്ത് ചെയ്യും? തുളച്ചു ചെല്ലുന്നതാണ്. ഇത്രയും പവർഫുൾ ആയ പ്രവചനം കിടക്കുമ്പോ വേറെ ഒന്നിന്റെ പുറകെ പോകല്ലേ, വേറെ യാതിന്റെ പുറകെ പോകല്ലേ. അവൻ ശ്രദ്ധിക്കണം. അവർ ചിലപ്പോൾ അത്ഭുതങ്ങൾ കാട്ടും, അവർ ചിലപ്പോൾ അടയാളങ്ങൾ പ്രകടമാക്കും. പക്ഷേ അവൻ വചനവുമായി നീ ദൈവസന്നിധി ഇരിക്കണം. അവൻ വചനവുമായി ശ്രദ്ധിക്കണം. ആമേൻ, ഹല്ലേലൂയ. ഇത് തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്നാണെന്നറിയോ? ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. അവനില്ലെങ്കിൽ എന്നോട് ദേഷ്യം തോന്നില്ല. എന്റെ ദൈവം എന്നോട് സംസാരിക്കുന്ന ഒരു ശബ്ദമില്ല. വഴിയിൽ വെച്ച് നഷ്ടപ്പെട്ടു പോകും. ഉറപ്പായും ഇതില്ലെങ്കിൽ വഴിയിൽ വെച്ച് നഷ്ടപ്പെട്ടു പോകും. ദൈവവചനമില്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ആ വചനത്തോട് ചേർന്നിരുന്ന് കർത്താവേ അപ്പാ എന്ന് പറഞ്ഞാൽ, വിളിച്ചാൽ അവൻ നമ്മുടെ അടുക്കെ ഇറങ്ങി വരും. അല്ലെ? മാർവിൽ ചാരിടാ എല്ലാം പറയാ, വിശ്വസ്തനാവൻ വീരനാണവൻ. മാർവിൽ ചാരിടാ എല്ലാം പറയാ, വിശ്വസ്തനാവൻ വീരനാണവൻ. മാർവിൽ ചാരിടാ എല്ലാം പറയാ, വിശ്വസ്തനാവൻ വീരനാണവൻ. ഹോസാന ഹോസാന. അതുകൊണ്ട് നമുക്ക് ചാരുവാൻ ഒരു മാർവിടമുണ്ട്. അത് കർത്താവാണ്. നമുക്ക് നല്ല വിശ്വസ്തനായി നമ്മുടെ കൂടെയിരിക്കുന്നു, നല്ല വിശ്വസ്തനായി നമ്മെ കരുതുന്നു, നമ്മളെ ചേർത്ത് പിടിക്കുന്നു ഒരു തമ്പുരാനുണ്ട്. ഇന്ന് ഈ പ്രഭാതത്തിൽ
ആ കർത്താവിനോട് ചേർന്നിരിക്കുക. ജീവിതത്തിൽ എവിടെയെങ്കിലും, ഒരിക്കൽ കൂടെ ഞാൻ പറയുകയാണ്, ജീവിതത്തിൽ എവിടെയെങ്കിലും അശുദ്ധമായ മേഖലകൾ അവൻ നമ്മളെ തൊടുന്നുവെങ്കിൽ, അവൻ പിശാച് നമ്മളെ, അവൻ ഹല്ലേലൂയ, അവൻ നമ്മളെ തൊട്ട് അവൻ നമ്മളെ പാപത്തിനകത്ത് കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ, അവൻ ഇന്ന് ഈ പ്രഭാതത്തിൽ തിരിച്ചറിയണം, കർത്താവെ, എന്റെ ജീവിതത്തിൽ കുറവുകൾ വന്നു, അവൻ എന്നോട് ക്ഷമിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ ആത്മാർത്ഥതയോടെ ഒരു നിമിഷം അവൻ ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവ്, നമ്മുടെ ജീവിതത്തിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ വന്നിട്ടുള്ളവർ മാത്രം കേട്ടോ, കമ്പൾസറി ആയി പറയല്ല, നമുക്ക് ദൈവസന്നിധിയിൽ ഒന്നും കൂടെ ഒന്ന് നിരപ്പ് പ്രാപിക്കണമെന്ന് ആഗ്രഹമുള്ളവർ, എന്റെ കൂടെ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുള്ളവർ, ഒരു നിമിഷം ദൈവസന്നിധിയിൽ കണ്ണുകൾ അടച്ച് ദൈവത്തോടൊന്ന് സംസാരിച്ചേ. ഹാൽ ബാബ ബാബ സിയാൻ ധരിയ അവൻ ദൈവത്തിന്റെ വചനത്തിനകത്ത് വളർന്നു വരുവാണ്. കർത്താവേ, അപ്പൊ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന കുറവുകൾ, അപ്പൊ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന പ്രയാസങ്ങൾ, അപ്പൊ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. അതൊന്നും കണക്കിടല്ലേ അങ്ങുമായി ചേർന്നിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇനിയുള്ള നാൾ ഈ നാൾ വരെ കഴിഞ്ഞ നാൾ വരെ എന്റെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു നാൾ മുതൽ ഈ വചനപ്രകാരം ശുദ്ധിയുള്ളവരായി തീരുവാൻ നല്ല ശമരിയക്കാരന്റെ പിന്നാലെ പോകുവാൻ, നല്ല ശമരിയക്കാരനായ ക്രിസ്തുവിന്റെ പിന്നാലെ പോകുവാൻ, ആമേൻ, തന്റെ അലക്കി തന്റെ അങ്കി അലക്കി കാത്തു സൂക്ഷിക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. ഇനിയുള്ള നാൾ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ സഹായിക്കണം. വിശുദ്ധിയോടെ ജീവിപ്പാൻ കൃപ ചെയ്യണം. വചനപ്രകാരം നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ മറയ്ക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ എന്നെ ഈ മീറ്റിങ്ങിലോട്ട് ക്ഷണിച്ച പ്രിയ ആന്റിയോടുള്ള നന്ദി അറിയിക്കുന്നു. എന്നെ 3-4 പ്രാവശ്യം എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചായിരുന്നു, പാസ്റ്ററെ സമയമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ എനിക്ക് ഞങ്ങളെ ചർച്ചിന്റെ കുറച്ച് കാര്യങ്ങളായിട്ട് എനിക്ക് കുറച്ച് മീറ്റിംഗ് കാര്യങ്ങളും ചർച്ചിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഓട്ടത്തിലായിരുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ വർക്ക് ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിൽ മേപ്പയൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത, ഇവിടെ ഹൈന്ദവർ ആയവരും ഇസ്ലാം വിശ്വാസത്തിലുള്ളവർ മാത്രമാണ് ഇവിടെ ഉള്ളത്. 10 പഞ്ചായത്തിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഈ 10 പഞ്ചായത്തിലും ഒറ്റ പേര് പറയാൻ ഒരു ക്രിസ്ത്യാനി പോലും ഇല്ലാത്തൊരു ദേശമാണ്. ഒരു ക്രിസ്ത്യാനി പോലും ഇല്ല, ഒരു കത്തോലിക്കനില്ല, ആരുമില്ല. അങ്ങനത്തെ ഒരു ബിലീവേഴ്സ് ഇല്ല. ഒരു ക്രിസ്ത്യാനി എന്ന് പറയാൻ ഒരാളുമില്ല ഈ 10 പഞ്ചായത്തില്. അപ്പോ ഞങ്ങളൊരു ബിൽഡിങ്ങില് പ്രയർ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. 100-100ഓളം ആൾക്കാർ 2 വർഷം കൊണ്ട് നൂറുകണക്കിന് ആൾക്കാർ വരികയും സൗഖ്യം പ്രാപിക്കുകയും, കുറെ പേര് വരും, സൗഖ്യം പ്രാപിക്കും. എല്ലാ ഞായറാഴ്ചയും 3-4 പേരൊക്കെ പുതിയ ആൾക്കാർ ഇങ്ങനെ വന്ന് സൗഖ്യം പ്രാപിക്കും. അവരിങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, ഒരു 2-3 മാസം മുമ്പ്, മതപരിവർത്തനം എന്നുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി, പോലീസ് കേസും പ്രശ്നമൊക്കെ അതിന്റെ പുറകിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വാടകയ്ക്കൊരു റൂമിലായിരുന്നു പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്നത്. മതപരിവർത്തനം നടത്തുവാന്ന് പറഞ്ഞ് അതിന്റെ ഓണർ ഞങ്ങളോട് അതിൻ്റെതായ വിഷയങ്ങളൊക്കെ അവിടുന്ന് മാറാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആകെ പ്രയാസപ്പെട്ട്, ആകെ ദൈവസേന എന്താ ചെയ്യണമെന്ന് അറിഞ്ഞു. ഈ ഒരു പട്ടണത്തിൽ, ഈ ഒരു ദേശത്ത് റൂം കിട്ടുക എന്നുള്ളത് നടക്കുന്നില്ല. ഞങ്ങൾ അന്വേഷിക്കാത്ത ഇടമില്ല, ഒന്നുമില്ല. അങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, തമ്പുരാൻ ഞങ്ങൾക്ക് ഇന്നലെ ഒരു റൂം ലഭിക്കാനിടയായി തീർന്നു. അങ്ങനെ റൂമിലോട്ട് മാറി അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണം, ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. അവൻ ഓർക്കുമ്പോൾ ഒരു വാക്ക് അവൻ സ്തോത്രം ചെയ്യണം. മേപ്പയൂർ എന്നാണ് ദേശത്തിന്റെ പേര്. അതുപോലെ അന്ധകാരത്താൽ മൂടപ്പെട്ട് കിടക്കുന്ന ഒരു ദേശമാണ്. ഒരു വിശ്വാസി പോലും യേശുവിനെ കുറിച്ച് പറയുമ്പോൾ അവരെ ചോദിക്കുന്ന ചോദ്യം എന്നതാണ്, അങ്ങനെ യേശു ആരാന്ന് വരെ ചോദിക്കുന്ന വ്യക്തികളുണ്ട് ഇന്നത്തെ കാലത്ത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, യേശു ആരാന്ന് ചോദിക്കുന്നവർ പോലും നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കണം. എല്ലാവരുടെ ഹൃദയത്തിലും ഈ സത്യവചനം എത്തിച്ചേരാൻ അതിനുവേണ്ടി ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. എൻ്റെ പേര് ജോബിൻ, ഞാൻ വയനാട് സ്വദേശിയാണ്. എനിക്ക് അപ്പനമ്മ, ഒരു അനിയനാണുള്ളത്.
ഞങ്ങൾ 4 പേരാണ്. അപ്പൊ നിങ്ങളെല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുക, ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെല്ലാവരും ഈ വചനങ്ങൾ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. എനിക്ക് പിന്നെ പറയാനുള്ള, എൻ്റെ അകത്ത് ഭയങ്കര വെമ്പൽ കൊള്ളുന്നൊരു പദം ഇതാണ്: ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുക. ദൈവം നിങ്ങളെ ഈ വചനങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അവസരം എനിക്ക് ആന്റിയോട് നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ മാനിക്കുമാണ്. God bless you.